ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. നമ്മൾ രാവിലെ ഒരു 5:30 ആയപ്പോൾ എണീച്ചിട്ടുണ്ട്. അന്നേരം ആകാശം കണ്ട് നല്ല നീല കളറിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഇവിടെ മലയൊക്കെ ആയതുകൊണ്ട് കറക്റ്റായിട്ട് കാണത്തില്ലെങ്കിൽ ഇങ്ങനെ ഇടയിൽ കൂടെ കാണാൻ നല്ല രസമായിരുന്നു, ഇങ്ങനെ മരത്തിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നായിട്ടേ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, അതുപോലെ ലൈക്ക് ചെയ്തേക്കണേ. എന്നാൽ മാത്രമേ നമ്മുടെ വീഡിയോസ് ഒരുപാട് പേരിലോട്ട് എത്തത്തുള്ളേ. അങ്ങനെ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ മുഖമൊക്കെ കഴുകുകയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ഓൾറെഡി കട്ട വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ കാപ്പി ഇട്ടിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വിചാരിച്ചത് എന്നാൽ അങ്ങ് വീഡിയോ എടുത്തേക്കാന്ന് കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ വിചാരിച്ചു ഏട്ടന് രാവിലെ ചോറ് കൊണ്ടുപോകണം കേട്ടോ. ഏട്ടന് ഇന്ന് ലോഡാണ്. അന്നേരം ലോഡ് ഉണ്ടായതുകൊണ്ട് നമുക്ക് രാവിലെ എണ്ണിച്ചേ ഒക്കത്തുള്ളൂ. എന്നിട്ടും താമസിച്ച് പോയി. ഇന്നലെ രാത്രി ഒരു സമയമായി കിടന്ന് ഉറങ്ങിയപ്പോൾ വിച്ചുട്ടൻ കിടന്ന് ഭയങ്കര വഴക്കായിരുന്നു. അന്നേരം നമ്മളൊരു 1 മണിയൊക്കെ ഇന്നലെ കിടന്നുറങ്ങിയപ്പോൾ. അതുകൊണ്ട് പിന്നെ രാവിലെ എണീച്ചപ്പോൾ കുറച്ച് താമസിച്ചു പോയി. 5:30 ആയി. ഞാൻ ഒരു 4:30ക്കൊക്കെ അലാറം വെച്ചാണ്, പക്ഷേ അലാറം കേട്ടില്ലെന്നേ. അതായത് അലാറം അടിച്ചു, ഞാൻ കേട്ടില്ല. ഞാൻ കിടന്ന് നല്ല ഉറക്കത്തിലായിരുന്നു. പിന്നെ അമ്മൂമ്മ വിളിച്ചത് കൊണ്ടാണ് 5:30ക്കെങ്കിലും എണീച്ചത് കേട്ടോ. എന്നിട്ട് ബീറ്റ്റൂട്ട് അരിഞ്ഞുകൊണ്ടിരിക്കണം. ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഏട്ടനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചോറ് കൊണ്ടുപോകണമല്ലോ. അല്ലാതെ അല്ലെങ്കിൽ പിന്നെ ചോറിന് പൈസ, ചോറും നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിക്കേണ്ടി വരും. അന്നേരം അത്രയും പൈസയും കൂടെ അങ്ങ് പോകത്തില്ല. അതുകൊണ്ട് ഏട്ടൻ പറഞ്ഞ് ചോറ് ഉണ്ടെങ്കിൽ ഉണ്ടാക്കുവാണെങ്കിൽ അതങ്ങ് കൊണ്ടുപോകാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അന്നേരം അകത്താകുമ്പോഴത്തേക്കിനും എൻ്റെ ജോലിയും രാവിലെ കഴിയും, എല്ലാ പണിയും രാവിലെ കഴിയുകയും ചെയ്യും. അന്നേരം ഞാൻ വിചാരിച്ചു എന്നാൽ അങ്ങനെ ആട്ടെ എന്ന് വിചാരിച്ച്, അങ്ങനെ ഞാൻ വിചാരിച്ചു ബീട്രൂട്ട് തോരനും ചമ്മന്തിയൊക്കെ അരയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അന്നേരമാണ് ഞാൻ ഈ അമൃതം പൊടി അവിടെ ഇന്നലെ ഞാൻ വൈകിട്ട് പൊട്ടിച്ചതാണ് കേട്ടോ, കുഞ്ഞിന് കുറുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതെടുത്ത് ടിന്നിലിട്ട് വെച്ചില്ലായിരുന്നു. അങ്ങനെ അത് ടിന്നിലൊക്കെ ഇട്ട് വെച്ച്. സത്യം പറയാമല്ലോ, ഈ ചോപ്പറുണ്ടല്ലോ ഭയങ്കര ഒരു അനുഗ്രഹമാണ് കേട്ടോ. എൻ്റെ പൊന്നെ, ഈ സാധനം നമ്മൾ ഈ ബീട്രൂട്ടൊക്കെ ആണെങ്കിലും ക്യാരറ്റ്, ക്യാബേജ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പൊടിയായിട്ട് അരിയണമെങ്കിൽ എത്ര നേരത്തെ പണിയാണ്. അതുമാത്രമല്ല കയ്യുറ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വിരലെല്ലാം ഇങ്ങനെ അരിഞ്ഞ് നല്ല സുഖമായിരിക്കും. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഈ ചോപ്പർ ഭയങ്കര ഒരു അനുഗ്രഹമാണ് കേട്ടോ. ഞാൻ പുതിയത് വാങ്ങിച്ചതാണിത്. ഏട്ടൻ്റെ വീട്ടിൽ വെച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു 2 കോംബോ ഓഫറിൽ. അതവിടെ വെച്ച് അത് പിന്നെ അങ്ങ് മൂർച്ചയൊക്കെ പോയി. കുറേ നാൾ കഴിയുമ്പോൾ ഇതിൻ്റെ മൂർച്ച പോകണം. അതിൻ്റെ ബ്ലേഡൊക്കെ വലിയ ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിക്കല്ല. പിന്നെ അല്ലെങ്കിൽ പിന്നെ കമ്പനി വാങ്ങിക്കണം. ഇത് പിന്നെ ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് കേട്ടോ. ഇത്തവണ ഞാൻ വാങ്ങിച്ചത് ഒരു വലുതും ഒരു ചെറുതുമാണ് കേട്ടോ. കഴിഞ്ഞ വട്ടം ഞാൻ വാങ്ങിച്ചത് 2 വലുതാണ് കേട്ടോ. അത് കോംബോ ഓഫർ എനിക്ക് കിട്ടിയതാണ്. അന്ന് 200 ചില്ലറയായിരുന്നു. പക്ഷേ ഇത് ഒരു വലുതും ഒരു ചെറുതും ആയതുകൊണ്ടായിരിക്കും 180 രൂപയ്ക്ക് എനിക്ക് കിട്ടിയായിരുന്നു കേട്ടോ. ഈ സത്യം പറഞ്ഞാൽ ഭയങ്കര നല്ലൊരു സാധനമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇഷ്ടപ്പെട്ടു. പിന്നെ അതുപോലെ നമുക്ക് മുട്ടയൊക്കെ പൊരിക്കണമെങ്കിൽ നമുക്ക് ചെറുതിനകത്തിട്ട് ആക്കാൻ പറ്റും. അല്ല ഉള്ളി, സവാള എല്ലാം അതിനകത്തിട്ടിട്ട് ഈ മുട്ടയും കൂടി 2 അടി അടിക്കുമ്പോഴത്തേക്കും നമ്മൾ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒറ്റൊരു പാത്രത്തിൽ കാര്യം കഴിയുകയും ചെയ്യും കേട്ടോ. എന്നിട്ട് ഈ തേങ്ങ പൊട്ടിക്കുകയാണ്. പച്ചത്തേങ്ങയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ വെള്ളം വലിയ ടേസ്റ്റ് ഇല്ലായിരുന്നു. അത് മാത്രമല്ല അത് ഉള്ളില്ല. ഇങ്ങനെയുള്ള തേങ്ങ, ഇങ്ങനെ വലിയ തേങ്ങ നോക്കി എടുത്തു കഴിഞ്ഞാൽ ഈ കുന്തത്തിൻ്റെ ഉള്ളൊന്നും കാണത്തില്ല. അതാണ് വിഷയം. പെട്ടെന്നങ്ങ് തീരും തേങ്ങ. ഒരു തേങ്ങ നമ്മൾ 2 കറിയൊക്കെ വെക്കുമ്പോൾ 2 കറിക്ക് പോലും കാണത്തില്ല, അതിന് മുന്നേ തീരും. കാണുമ്പോൾ വലിയ തേങ്ങയാണെങ്കിലേ ചില വീഡിയോസ് ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഷോർട്സ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ്. ഞാൻ തന്നെ വിചാരിച്ചു കാപ്പി ഇട്ടായിരുന്നു. അന്നേരം അതൊന്ന് ചൂടാക്കി. ഏട്ടാ നേരത്തേക്ക് എണ്ണിച്ചു കേട്ടോ. അന്നേരം ഞാൻ കാപ്പി കൊടുക്കാൻ തുടങ്ങുവാണ്. എന്നിട്ട് ഞാൻ അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ തേങ്ങയൊക്കെ തിരുമ്മി തോരനൊക്കെ അടുപ്പിൽ കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഒരു കൈ കൊണ്ട് തന്നെ നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുക. അതാണ് സത്യം പറഞ്ഞാൽ നമ്മൾ സ്ത്രീകൾക്ക് ഭയങ്കര ഒരു കഴിവുണ്ട് കേട്ടോ. ഒരേ സമയത്ത് 2, 3, 4 കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും, മാനേജ് ചെയ്യും. കാരണം അങ്ങനൊരു കഴിവ് നമുക്ക് ദൈവം തന്നിട്ടുണ്ട് കേട്ടോ. കേട്ടോ കൊച്ചിനെ എടുത്തുകൊണ്ട് ഞാൻ എന്നെക്കുറിച്ച് ഭയങ്കര പ്രൗഡാണ് കേട്ടോ. അഹങ്കാരമാണെന്ന് നിങ്ങൾക്കൊക്കെ തോന്നും. പക്ഷെ സത്യം പറഞ്ഞാൽ അങ്ങനെയല്ലെന്നേ. എന്ന് വെച്ചാൽ നമുക്ക് സെൽഫായിട്ടൊരു ഇത് വേണം. എന്നാ വേറെ ആരും നമ്മളെക്കുറിച്ച് പറയാൻ കാണത്തില്ല. നമ്മൾ തന്നെ നമ്മളെക്കുറിച്ചങ്ങ് പറയുക, അത്ര തന്നെ. വേറെ കാര്യങ്ങളൊന്നുമില്ല ഇതിനകത്ത്. അങ്ങനെ അപ്പനും മോനും എണ്ണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എണ്ണിച്ചപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഈ തുണിയൊക്കെ അങ്ങ് മടക്കി വെച്ചേക്കാമെന്ന്. പിന്നെ നമ്മൾ വന്നിട്ട് പിന്നെ അരി അന്നേരത്തേക്ക് വെന്ത് കേട്ടോ. അന്നേരം പിന്നെ അരിയൊക്കെ ഊറ്റി പിന്നെ ബാക്കിയുള്ള അൽക്കുലത്തെ പരിപാടികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് ചമ്മന്തിയൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ അരച്ച് കേട്ടോ. ഞാൻ അതൊന്നും വീഡിയോ ഒന്നും എടുത്തില്ല. കാരണം വീഡിയോ എടുത്തുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ അത് സത്യം പറഞ്ഞാൽ നമ്മൾ നോർമലായിട്ട് ഒരു കാര്യം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 5 മിനിറ്റ് ചെയ്യുന്ന കാര്യം നമ്മൾ വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ആവാറുണ്ട് കേട്ടോ. കാരണം ക്യാമറയുടെ അങ്ങോട്ട് വെക്കണം, ഇങ്ങോട്ട് വെക്കണം. പിന്നെ അത് നമ്മൾ പോകുന്നിടത്തെല്ലാം ഈ ട്രൈപോഡും കൊണ്ടുവേണം പോകാൻ, അങ്ങനെയൊക്കെ. അതുകൊണ്ട്
അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചമ്മന്തിയൊക്കെ അങ്ങ് അരച്ച് അതിൻ്റെ ഇടയിൽ കൂടെ ഉണക്കമീൻ വറുത്ത് കേട്ടോ. ഉണക്കമീനും വറുത്ത് മുട്ടയും പൊരിച്ചു. ഈ ചോറ് എന്തിനാണെന്ന് വെച്ചാലേ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഏട്ടന് മറ്റേ നമ്മൾ ചോറ് പൊതിയുന്ന പ്ലാസ്റ്റിക് ഇല്ലേ, അന്നേരം അത് ഞാൻ കുറച്ച് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അന്നേരം അതിൽ നമ്മൾ ചൂട് ചോറ് ഇടുമ്പോൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ മണം വരുമെന്ന് ഏട്ടൻ പറഞ്ഞായിരുന്നു. അങ്ങനെ നിങ്ങൾക്ക് തോന്നാറുണ്ടോ? കാരണം ഈ കടയിൽ നിന്നൊക്കെ ചോറ് വാങ്ങിക്കുമ്പം അതിനൊരു പ്ലാസ്റ്റിക്കിൻ്റെ സ്മെല്ലുണ്ടെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ ചോറ് വിളമ്പി നേരത്തെ തണുക്കാനായിട്ട് വെച്ച് കേട്ടോ. തണുക്കാനുള്ള മുട്ട പൊരിച്ചതും അങ്ങനെയുള്ള ചൂടായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാൻ എടുത്ത് തണുക്കാനായിട്ട് വെച്ച് കേട്ടോ. അതാകുമ്പോഴത്തേക്കിനും കുഴപ്പമില്ലല്ലോ, തണുത്തതാകുമ്പോൾ വലിയ പ്രശ്നം വരത്തില്ല എന്നുള്ള ധാരണയിൽ ഞാൻ അങ്ങനെ ചെയ്ത്. അത് കഴിഞ്ഞ് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വിച്ചൂട്ടിൻ്റെ പുറകിന് ഓടാന്ന് വിചാരിച്ചു. കാരണം പുള്ളി രാവിലെ എണീച്ചതല്ലേ, അങ്ങനെ പിന്നെ എന്തെങ്കിലും കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര വാശിയായിപ്പോവും. വാശിയാവുന്നതിന് മുന്നേ അവന് ഫുഡ് കൊടുക്കണം, അതാണ് മെയിൻ ടാസ്ക് കേട്ടോ. അങ്ങനെ ഞാൻ കഞ്ഞിയാണ് എടുത്തത്. അതായത് മൊത്തമൊന്നും കുടിക്കത്തില്ല കേട്ടോ, കുറച്ചൊക്കെ തുള്ളിപ്പറക്കി കുടിക്കും, പിന്നെ കുറച്ച് പലഹാരങ്ങൾ കഴിക്കും, പിന്നെയും പിന്നെയും കുറേ കളിക്കും, പിന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിക്കും. അങ്ങനെ എല്ലാം കുത്തിപ്പറക്കി കഴിക്കത്തുള്ളൂ കേട്ടോ. അങ്ങനെയാണ് ഈ ചെറുക്കൻ്റെ പരിപാടി. പിന്നെ അഥവാ എന്തെങ്കിലുമൊക്കെ വയറ് നിറച്ച് കഴിച്ചാലും അന്നേരം ഭയങ്കര ഓട്ടം ചാട്ടമായിരിക്കും. ആ കഴിച്ചതെല്ലാം ആവിയായിട്ട് പോകും ഗൈസ്. അതുപോലത്തെ ഓട്ടം ഓടും. അന്നേരത്തേക്ക് ചോറൊക്കെ ഏട്ടൻ പെട്ടെന്ന് കുളിച്ചിട്ട് വന്ന് കാരണം താമസിച്ച് പോയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ചോറും പിന്നെ നമ്മുടെ മുട്ട പൊരിച്ചതും കൂണും മെഴുക്ക് വരട്ടി, ഇന്നലെ തലേന്നത്തെ കൂണ് മെഴുക്ക് വരട്ടിയാണ് വൈകിട്ടാണ് വെച്ചത്, അതും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തോരനും അങ്ങനെ ഉണക്കമീനും അച്ചാറും ചമ്മന്തി സത്യത്തിൽ എടുത്ത് വെക്കാൻ മറന്നുപോയി ഗൈസ്. അങ്ങനെ പിന്നെ ലാസ്റ്റാണ് ചമ്മന്തി എടുത്ത് വെച്ചത്. അതായത് ഇതിനകത്ത് വീഡിയോയിൽ അതില്ല കേട്ടോ. കാരണം വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇതെടുത്ത് ഏട്ടൻ ബാഗിലോട്ട് വെച്ചപ്പോഴാണ് ഓർത്ത് അയ്യോ ചമ്മന്തി എടുത്ത് വെച്ചില്ല. പിന്നെ ആ പൊതി ഒന്നേന്ന് അഴിച്ചിട്ട് പിന്നെ അതിനകത്തോട്ട് പിന്നെ ചമ്മന്തി കയറ്റി വെക്കുകയാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ ഏട്ടൻ തന്നെ പൊതി വന്ന് ഈ പൊതി തന്നെ ഞാൻ പെട്ടെന്ന് അങ്ങ് പൊതിഞ്ഞെടുത്തോളാം എന്നും പറഞ്ഞുകൊണ്ട് ഏട്ടൻ തന്നെ ചെയ്യുവാണ് കേട്ടോ. ഞാൻ പൊതിയാനായിട്ട് എല്ലാം എടുത്തുകൊണ്ട് വെച്ചതാണ്. അയാൾ പറഞ്ഞ് ഏട്ടൻ പൊതിയാന്ന്. അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ പൊതിഞ്ഞെടുത്ത് അങ്ങനെ ഏട്ടൻ പോകാനായിട്ട് ഇറങ്ങുവാണേ. ഏട്ടൻ പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ അതിനെക്കാട്ടിലും മുന്നേ വിച്ചൂട്ടൻ നിൽക്കുകയാണ്. ഇതെല്ലാം വീട്ടിലെ സ്ഥിരം കാഴ്ചയായിരിക്കും അല്ലേ. ഈ കുഞ്ഞുങ്ങൾ ഭയങ്കര ഇതാണ്. അവർ അച്ഛന്മാരോ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അവരുടനെ ഇറങ്ങി ഫ്രണ്ടിലങ്ങ് നിൽക്കും, അവർ പോകുവാന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഏട്ടൻ ഒരു വിധത്തിൽ അവനെ എന്തൊക്കെയോ പറഞ്ഞ് കള്ളത്തരമൊക്കെ പറഞ്ഞിട്ട് വെളിയിറങ്ങിപ്പോയി. ലാസ്റ്റിലാണ് ഭയങ്കര കരച്ചിലായിരുന്നു ഇവിടെ കിടന്നുകൊണ്ട്. ഞാൻ ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്, പക്ഷേ അയാൾ ഇറങ്ങി ഓടുമായിരുന്നു. ഞാൻ പിന്നെ എന്തൊക്കെ പറഞ്ഞ് എങ്ങനെയൊക്കെയോ സമാധാനിപ്പിച്ചെടുത്ത്. അന്നേരത്തേക്ക് ആദിത്യ വന്നേ അന്നേരം ഞാൻ അവൾക്ക് ചോറൊക്കെ കൊടുത്തു. അവൾ സ്കൂളിൽ അവൾക്ക് എക്സാം ഉണ്ട്, അന്നേരം അതിന് വന്നെയാണ്. പിന്നെ അമ്മൂമ്മയും ചോറൊക്കെ കഴിച്ചു കേട്ടോ. നമ്മൾ രാവിലെ എല്ലാം വെച്ചതുകൊണ്ട് അവരെല്ലാം കഴിക്കുവാണ്. അമ്മൂമ്മയ്ക്ക് ഇന്ന് കിറ്റ് വാങ്ങിക്കാനായിട്ട് പോകണം കേട്ടോ. നമുക്ക് ഇവിടെ ഇന്ന് 27 രാവാണ് കേട്ടോ. അന്നേരം അവിടുന്ന് നമുക്ക് മുസ്ലിംസ് എല്ലാവരും കൂടെ ഇങ്ങനെ ക്യാഷൊക്കെ ഇട്ടിട്ട് ഒരുമിച്ചിട്ടിട്ട് ഇങ്ങനെ പാവപ്പെട്ട ആൾക്കാർക്ക് ഇങ്ങനെ കിറ്റ് കൊടുക്കുന്നുണ്ട്. അമ്മൂമ്മയ്ക്ക് 2 പെൺമക്കളായിരുന്നു. അവർ രണ്ടുപേരും മരിച്ചൊക്കെ പോയില്ലേ, നോക്കാൻ ആരും ഇല്ലല്ലോ, പിന്നെ ഞാനല്ലേ ഉള്ളൂ. എൻ്റെ ആണെങ്കിൽ കല്യാണം കഴിയും. അതുകൊണ്ട് അവർ എന്തെങ്കിലും ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അമ്മൂമ്മയുടെ പേര് എഴുതി കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അമ്മൂമ്മയല്ല എന്നെ അറിയിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ എന്നോട് പറഞ്ഞു ഇന്ന പോലെ 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കിന് അമ്മൂമ്മയല്ല എന്നോട് ചെല്ലാനാണ് പറഞ്ഞത്. നമുക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് അമ്മൂമ്മയ്ക്ക് ഓൾറെഡി പെൻഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം അതെടുക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അന്നേരം ഞാൻ പറഞ്ഞു ഈ ഒറ്റ ട്രിപ്പിനങ്ങ് അതും ഇതും എല്ലാം ചെയ്തിട്ട് ഇങ്ങ് വാ, അതാകുമ്പോൾ ഒരു വണ്ടിക്കൂലിയല്ലേ ആവത്തുള്ളൂ, അമ്മ എന്തുവായാലും പോകണമല്ലോ, അല്ലെങ്കിൽ പിന്നെ ഞാൻ ഈ ചെറുക്കനെ ബുക്ക് എടുത്തുകൊണ്ട് പോകണ്ടേ എന്നൊക്കെ വിചാരിച്ചിട്ട് അമ്മയോട് പറഞ്ഞു കേട്ടോ. അങ്ങനെ അമ്മ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ പോയി കേട്ടോ. അന്നേരം അമ്മ പോകാൻ നേരം ഇവിടെ ഒരു അംഗമായിരുന്നു അവിടെ കിടന്നുകൊണ്ട് കരയുമായിരുന്നു, അമ്മൂമ്മയുടെ കൂടെ പോകണമെന്ന് പറഞ്ഞുകൊണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ തൂക്കാനും വാരാനും ഒക്കെ ഇറങ്ങിയത് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഈ പയ്യനാണെങ്കിൽ കിടന്നുകൊണ്ട് ഭയങ്കര വിഷയം ഉണ്ടാക്കും. അതുകൊണ്ട് ഈ കൂണിൻ്റെ ബെഡ് നമ്മുടെ പന്നലായതായിരുന്നു കേട്ടോ. അന്നേരം ഞാനത് എടുത്ത് കൊള്ളത്തിൽ നിന്ന് പറഞ്ഞ് വെളിയെടുത്ത് വെച്ച് അതിനകത്ത് കൂണുണ്ടായിരിക്കുന്നത്. അതിന് നമുക്ക് കൊള്ളത്തില്ല, കാരണം തലേന്ന് മഴയൊക്കെ പെയ്ത് പന്നലായി മണ്ണൊക്കെ കയറി നിൽക്കുകയാണ്. പിന്നെ ഒരു തണ്ണിമത്തങ്ങ കഴിച്ച് ഇപ്പോഴാണ് ഞാൻ ചോറ് കഴിക്കുന്നത് കേട്ടോ. ചമ്മന്തി തോരനും ഉണക്കമീനും ഉണ്ടായിരുന്നു, അത് കൂട്ടി കഴിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ വിച്ചൂട്ടിന് ഇച്ചിരി ചോറൊക്കെ കൊടുക്കാനായിട്ട് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ചെറുക്കൻ ചോറ് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് പറ്റി നടത്തില്ല, ചമ്മന്തി ഭയങ്കര ഇഷ്ടപ്പെട്ട അയാൾക്ക്. ഇയാൾ എല്ലാവരുടെ പാത്രത്തിനും ചമ്മന്തി വരുന്നു കേട്ടോ, ചമ്മന്തിയും തോരനും. അങ്ങനെ അയാൾ എന്തോരം ഇരുന്ന ചോറ് എന്തായാലും കഴിച്ച് ഞാനും കഴിച്ചു. അത് കഴിഞ്ഞിട്ട് തുണി കഴുകാമെന്ന് വിചാരിച്ചു കേട്ടോ. സത്യം പറയല്ലോ ഞാൻ ഇതൊരു സെക്കൻഡ് വാഷിംഗ് മെഷീൻ വാങ്ങിച്ചതാണേ.
പക്ഷേ ഇതെനിക്ക് എൻ്റെ പൊന്നുമക്കളെ ഇതില്ലായിരുന്നെങ്കിൽ എൻ്റെ നടുവിൻ്റെ കണ്ണി പറഞ്ഞു പോയനെ സത്യം. ഇനിയിപ്പോൾ ഇത് മനസ്സിലാവുമെന്ന് ഞാൻ പുതിയതൊരെണ്ണം എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം എനിക്ക് വാഷിംഗ് മെഷീൻ അത്രയ്ക്ക് ഉപകാരമുള്ളൊരു സാധനമാണ്. കാരണം ഞാനും ഏട്ടനും കുഞ്ഞും അമ്മൂമ്മയും ഏട്ടൻ പിന്നെ എന്നെ ഏട്ടൻ്റെ വീട്ടിലും എൻ്റെ വീട്ടിലും കൂടെയാണ് നിൽക്കുന്നത്. കാരണം അമ്മൂമ്മയ്ക്ക് ഇങ്ങനെ വയ്യാതിരിക്കുന്നതുകൊണ്ട് എനിക്ക് മാറാൻ പറ്റത്തില്ലല്ലോ. എന്നാലും നമ്മുടെ എല്ലാ തുണിയാണ്, കുഞ്ഞിൻ്റെ തുണിയൊക്കെ ഒത്തിരി കാണുമല്ലോ. അന്നേരം നമുക്ക് ദിവസം ഇങ്ങനെ കഴുകി തന്നെ എൻ്റെ നടുവിൻ്റെ എനിക്ക് ഓൾറെഡി എനിക്ക് ബാക്ക് പെയിനാണ്, ഭയങ്കര ബാക്ക് പെയിൻ ഉള്ള ഒരാളാണ് കേട്ടോ ഞാൻ. അതുകൊണ്ട് ഈ സാധനം കിട്ടിയ പിന്നെ എനിക്ക് ഭയങ്കര ഉപകാരമാണ് കേട്ടോ. സെക്കൻഡാണ് നമ്മളൊരു ചേച്ചിയുടെ അടുത്തുനിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഒരു 5 കിലോ സോപ്പ് പൊടി വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം സോപ്പ് പൊടിയാണ് ഇപ്പോൾ ഇടുന്നത്. അത് തീർന്നിട്ട് ലിക്വിഡ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ദാണ്ട് ഇതാണ് അമ്മയ്ക്ക് 2 കിറ്റ് കിട്ടി കേട്ടോ. മഞ്ഞപ്പൊടി ഇവിടെ കഴിഞ്ഞ വട്ടത്തെ മുളക് പൊടി, വെളിച്ചെണ്ണ, ഉപ്പ്, കടല 2 മാസം ഇരിക്കും, പയറ്, പിന്നെ മല്ലിപ്പൊടി, തോമര, കടല, പഞ്ചാര, അഞ്ചീര അരി, അരി, പഞ്ചസാര, വെളിച്ചെണ്ണ 1 കിലോ, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, തേയില, മുളക് പൊടി 2 ഒരു പുട്ടുപൊടി, സവാള, മുളക് അടച്ചിരുന്നാണ് സവാള, എല്ലാം. ഒരെണ്ണം അമ്മൂമ്മയ്ക്ക് പഞ്ചായത്തിൽ നിന്ന് സ്ഥിരമായിട്ട് എല്ലാ മാസവും കിട്ടുന്ന കിറ്റാണ് കേട്ടോ. അത് നമ്മുടെ ഇവിടെ വീടിനടുത്തുള്ളൊരു ചേച്ചി എഴുതി കൊടുത്തതാണ്. കാരണം വാർഡിൽ നിന്ന് 4 പേർക്കേ ഉള്ളൂ. അമ്മൂമ്മയ്ക്ക് പെൺമക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് അമ്മൂമ്മയ്ക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പെൺമക്കളല്ല, മക്കളില്ലാത്തതുകൊണ്ട് അമ്മയ്ക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മറ്റേത് പിന്നെ നമ്മുടെ ഇവിടുത്തെ മുസ്ലിം ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ പൈസ ഇട്ട് അങ്ങനെ എടുക്കുന്ന കിറ്റാണ്. അതിൻ്റെ ഇടയിൽ കൂടെ പരിപ്പൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ സ്കൂളിൽ നിന്ന് വന്ന് അവൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് വന്നത്. പിന്നെ കുറച്ച് നേരം നമുക്ക് കുറച്ച് പാട്ടൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ പാട്ടൊക്കെ ഇട്ട് വിച്ചുവൊക്കെ ഭയങ്കര ഡാൻസ് ആയിരിച്ചു ആദ്യത്തെയും കൂടെ. അതൊക്കെ കുറേ നേരം കണ്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ ഇച്ചിരി ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. രാവിലെ ഇട്ട ചായയാണ്, ഞാൻ നട്ടുച്ചയ്ക്കാണ് കേട്ടോ കുടിക്കുന്നത്. ചായ കുടിച്ചിട്ട് ഞാൻ നേരെ പോയിട്ട് ഇതൊന്ന് ക്ലീൻ ചെയ്യുവാണ് കേട്ടോ. നമ്മുടെ കൂണിൻ്റെ നേരത്തെ വെച്ചിരുന്ന ആ സ്ഥലം. കാരണം ഇരുന്ന ബെഡൊക്കെ കുറേ ചീത്തയൊക്കെ ആയിരുന്നല്ലോ. അതുകൊണ്ട് പിന്നെ നമ്മൾ അതൊക്കെ ക്ലീൻ ചെയ്യുവാണേ. എന്നിട്ടിങ്ങനെ ഈ കയറ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു തൂങ്ങിച്ചാവാൻ. അങ്ങനെയൊന്നും ചെയ്യത്തില്ല കേട്ടോ, ഒരിക്കലും ചെയ്യത്തില്ല. കാരണം ദൈവം തന്ന ജീവിതമല്ലേ, അന്നേരം ദൈവം വിളിക്കുമ്പോഴങ്ങ് പോകാം, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ നമ്മളായിട്ട് ഒന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. നമ്മുടെ ജീവിതം നമ്മൾ തന്നെ വെറുതെ ആക്കി കളയരുത് എന്നാണ് എൻ്റെ ഒരു ഇത്. ഓക്കെ, കാരണം എൻ്റെ അച്ഛൻ തൂങ്ങി മരിച്ച ഒരാളാണല്ലോ. അതുകൊണ്ട് എനിക്ക് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര പേർക്ക് നഷ്ടം വരുമെന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. കാരണം നമ്മൾ വിചാരിക്കും നമ്മളെ ആർക്കും വേണ്ടെന്ന്, പക്ഷേ അവർ ചിലപ്പോൾ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ജീവിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ ആദ്യത്തെ ഒരു പാക്കറ്റ് ലേസ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതൊരു മുട്ടയ്ക്കകത്ത് പൊട്ടിച്ച് വെച്ചിട്ട് ലേസ് മുട്ട ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ പരിപാടി കാണിച്ചായിരുന്നു കേട്ടോ. എന്നിട്ട് എനിക്ക് കൊണ്ട് തന്നെ കുഴപ്പമില്ലായിരുന്നു, വലിയ ടേസ്റ്റൊന്നും ഇല്ല. എന്നാലും ചുമ്മാ പിള്ളേർക്ക് ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ കഴിക്കാം, അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ കുളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. കുളിച്ച് പിന്നെ കുറച്ച് നേരം വെളിയിലൊക്കെ നിന്ന് ഞാനും വിച്ചൂട്ടനും ആയത്തി എല്ലാവരും കൂടെ വെളിയിൽ നിന്നിങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് കുറച്ച് നേരം വെളിയിലൊക്കെ ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പം ഭയങ്കര മഴക്കൂരാപ്പ് കേട്ടോ. മഴക്കൂരാപ്പെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കുക. നിങ്ങൾക്ക് തോന്നും അത് വെയിലല്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഓൾറെഡി ഈ മരങ്ങളല്ലേ ഒരുപാട്, അതുകൊണ്ട് ആ ആകാശം കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും. പിന്നെ എൻ്റെ ഫോണിൻ്റെ ഭയങ്കര ക്ലാരിറ്റി കൂടെ ആയതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയാണ് കേട്ടോ അത് വെയിലല്ല കേട്ടോ. അങ്ങനെ അന്നേരം ഈ മഴക്കൂരാപ്പ് വരുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ തുണിയൊക്കെ അങ്ങ് പറക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ അത് തുണി അവിടെ കിടന്നിട്ട് മഴയും നനഞ്ഞ് പിന്നെ മഴയത്ത് പിന്നെ ഞാൻ ഓടി നടന്ന് പറക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ അങ്ങ് പറക്കി വെക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ നമ്മുടെ ജോലി അങ്ങ് ഒതുങ്ങുമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. എന്തുവായാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യണമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. എന്ത് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പിന്നെ നമുക്കാണെങ്കിലേ നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കണമെന്ന് തോന്നി. അത് എന്താണെന്നുള്ളത് പക്ഷേ കറക്റ്റ് ടൈം ആകുമ്പോൾ ഞാൻ മറന്നു പോകും, അതാണ് എൻ്റെ വിഷയം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആ കിറ്റിൻ്റെ കാര്യം
ആ കിറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ അമ്മൂമ്മയ്ക്ക് ഇന്ന പോലെ എന്നാ നമ്മുടെ അഗതികൾ അങ്ങനെ എന്തോ ഒരു പദ്ധതിയിലാണ് അമ്മൂമ്മയെ ഉൾക്കൊള്ളിച്ച് ആ കിറ്റ് കൊടുക്കുന്നത് കേട്ടോ. മാസം എല്ലാ മാസം അംഗൻവാടിയിൽ വരും. എന്നാൽ ഞങ്ങൾ പോയി എടുക്കലാണ് പതിവ് കേട്ടോ. ഇത്തവണ എന്തായാലും അമ്മ സത്യത്തിൽ വിചാരിച്ച് ഈ നമ്മുടെ വീടിനടുത്തുള്ള ചേട്ടന്മാരും ചേച്ചിമാരും പൈസ ഇട്ട് ഇങ്ങനെ കൊടുക്കുന്ന കിറ്റിൻ്റെ കാര്യം അമ്മ ഓർത്തില്ലെന്നല്ല അമ്മ അറിഞ്ഞില്ല. ഞാൻ പറഞ്ഞു, പക്ഷെ അമ്മയ്ക്ക് അതുകൊണ്ട് മനസ്സിലായില്ല. അമ്മ വിചാരിച്ച് ഈ പഞ്ചായത്തിലെ കിറ്റാണ് കേട്ടോ. അതുകൊണ്ട് ആദ്യം ആ ഓട്ടവും കൊണ്ട് തിരിച്ചിവിടെ വന്ന് പിന്നെ രണ്ടാമത് ഞാൻ പറഞ്ഞു വിട്ടതാണ് കേട്ടോ ആ കിറ്റ് വാങ്ങിക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ വൈകിട്ടായപ്പോഴത്തേനും അതിൻ്റെ ഇടയിൽ കൂടെ തൂത്തുവാരി തേച്ച് വേണ്ടൊക്കെ അങ്ങനെയുള്ള പരിപാടികളെല്ലാം നടന്നതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. അതൊക്കെ നിങ്ങൾ സ്ഥിരമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. നമ്മളൊരു വീട്ടിൽ എന്തൊക്കെ ചെയ്യുമെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലേ. ഓക്കെ, എന്നിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞാൻ കുറച്ച് മസാല ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എനിക്ക് മസാല ദോശ കഴിക്കാൻ ഭയങ്കര കൊതി. എനിക്ക് ഭയങ്കര ഇങ്ങനെ ഫുഡിനോട് ഭയങ്കര ക്രേവിങ്സ് ഇങ്ങനെ എന്തുവാന്ന് എനിക്കറിയത്തില്ല കേട്ടോ. എനിക്കിത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇത് വരുവാണ്. അന്നേരം ഞാൻ വിചാരിച്ച് മസാല ദോശ ഉണ്ടാക്കി കഴിക്കാമെന്ന്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇങ്ങനെ കഴിക്കുമ്പോഴുണ്ടല്ലോ ഞാൻ വിചാരിക്കുകയാണ് നമുക്കിങ്ങനെ ഉണ്ടാക്കി തരാൻ ഒരാളുണ്ട്. എനിക്ക് ഓൾറെഡി ഇങ്ങനെ ചൂടോടെ ദോശ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അമ്മുമ്മ പണ്ട് ഞങ്ങൾക്ക് പഴയ വീടുള്ള സമയത്ത് അമ്മുമ്മ ഇങ്ങനെ ചുട്ടിരിക്കും. ഞാൻ ഈ അടുപ്പിൻ്റെ ചുവട്ടിൽ തന്നെ ഇരിക്കും കേട്ടോ. എന്നിട്ട് അമ്മുമ്മ എനിക്ക് ചുട്ട് എൻ്റെ പാത്രത്തിലോട്ടിട്ട് ഞാനങ്ങനെ ചൂടോടെ കഴിക്കും കേട്ടോ. പക്ഷേ ഇപ്പോൾ അമ്മുമ്മയ്ക്ക് ഒരുപാട് പ്രായമായില്ലേ, അതുകൊണ്ട് അത് നടക്കത്തില്ല. പക്ഷേ എന്നാലും എനിക്ക് ഭയങ്കര മിസ്സിങ് ആണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നമുക്കിങ്ങനെ ഒരാളില്ലാത്തത് കൊണ്ട് എന്നാ പറയുന്നത്, എന്തോ ഒരു ഇതാണ്. നമുക്ക് ഒന്നീ അമ്മയോ ആരെങ്കിലും നമ്മളിങ്ങനെ കെയർ ചെയ്യുന്ന എൻ്റെ ഏട്ടനും ഉണ്ടാക്കിയൊക്കെ തരും. പക്ഷേ മെയിനായിട്ട് ഏട്ടനിങ്ങനെ പണിക്കൊക്കെ കാര്യങ്ങളൊക്കെ പോകുമ്പം നമുക്ക് പോയിട്ട് വന്നു കഴിയുമ്പോൾ എനിക്കത് ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ നമുക്ക് പറ്റും. മനസ്സാക്ഷിയുള്ള ആരും ചെയ്യത്തില്ല. അങ്ങനെ മസാല ദോശയൊക്കെ കഴിച്ചു. എൻ്റെ വയറ് ഞാൻ എത്ര എണ്ണം കഴിച്ചെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഞാൻ കുറേ കഴിച്ചു കേട്ടോ. മസാല ദോശയും കഴിച്ചു, അതുപോലെ സാദാ ദോശ ഉണ്ടാക്കി അതും കഴിച്ചു. ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അമ്മുമ്മയും കഴിക്കുകയാണ് കേട്ടോ. വിച്ചൂട്ടനെ ഉറങ്ങി. പിന്നെ ഏട്ടൻ രാത്രി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഞാൻ ഇത്രയേ എടുത്തുള്ളൂ കേട്ടോ. അന്നേരം അടുത്ത വീഡിയോ കാണാം. ടാറ്റാ, ബൈ ബൈ.